ചാവക്കാട് ഹനീഫ വധവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹനീഫയുടെ ബന്ധുക്കൾ. ഗൂഢാലോചന സംബന്ധിച്ച് ശക്തമായ തെളിവുകൾ നൽകിയിട്ടും ക്രൈംബ്രാഞ്ച് ഇത് പരിഗണിച്ചില്ല. കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഹനീഫയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. ഹനീഫ കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചാവക്കാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രതികളായവർ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപിന്റെ പങ്കിനെക്കുറിച്ച് ശക്തമായ തെളിവുകളുണ്ടായിട്ടും ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ലെന്ന് ഹനീഫയുടെ സഹോദരൻ ഉമർ പറഞ്ഞു. ഇത് വളരെ ആസൂത്രിതവും ഗൂഢാലോചനയുടെ പേരിലാണ് ഹനീഫയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ദൃക്സാക്ഷിയായ എന്റെ ഉമ്മയുടെ മൊഴിയിൽ പോലും ഗോപപ്രതാപന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഗോപപ്രതാപൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തലേദിവസം ഗോപപ്രതാപൻ എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ആ കേസിൽ ഗോപപ്രതാപനെ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുകയാണ്. കേസന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നിൽ പാർട്ടിയിലെ ഉന്നതരുടെ ഇടപെടലുകളുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഗ്രൂപ്പിന്റെ സംരക്ഷണമില്ലാതെ ഗോപപ്രതാപന് നിലനിൽക്കാനാകില്ല. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഉമർ പറഞ്ഞു. ജില്ലയിൽ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്നുണ്ടായ മധു ഈച്ചരത്ത്, ലാജി വധക്കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയും അന്വേഷണ വിധേയമാക്കണമെന്നും ഹനീഫയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തൃശൂർ.